ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹിന്ദി ഭാഷ കാ സ്വരൂപ് എന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹിന്ദി ശബ്ദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഹിന്ദി എന്ന് പറയുന്ന വേർഡ് ഫോം ചെയ്തത്, എങ്ങനെയാണിത് ലാംഗ്വേജിന് വേണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയത്, അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഹിന്ദി ഭാഷ കാ സ്വരൂപ് എന്ന ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോട്ട്സ് ഓൾറെഡി ടെലഗ്രാമിൽ അപ്ലോഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫയൽ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്ക് തന്നെ ഈ ടൈറ്റിൽ നെയിം തന്നെ സെർച്ച് ചെയ്താൽ മതി, നോട്ട്സ് കിട്ടും. നെക്സ്റ്റ് ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോവുകയാണെങ്കിൽ ഹിന്ദി ശബ്ദ കാ സംബന്ധ് സംസ്കൃത ശബ്ദ സിന്ധു സെ ഹെ. അതായത് ഹിന്ദി എന്ന് പറയുന്ന വേർഡ്സ് ഫോം ചെയ്ത് സംസ്കൃതത്തിൽ നിന്നാണ്, സംസ്കൃത വേർഡായിട്ടുള്ള സിന്ധുവിൽ നിന്ന്. ഓക്കെ, സിന്ധു എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. ഈ സിന്ധു ശബ്ദ ഇറാനി മേ ജാക്കർ ഹിന്ദു ഓർ ഫിർ ഹിന്ദ് ഹോ ഗയ. അതായത് ഇറാനി ഭാഷയിലേക്ക് ഈ വേർഡ് ചെന്നപ്പോൾ അതിൽ ഒത്തിരി ട്രാൻസ്ഫർമേഷൻസ് നടന്നു. അങ്ങനെയാണത് പിന്നീട് ഹിന്ദുവായി, പിന്നീട് അത് ഹിന്ദ് എന്ന് യൂസ് ചെയ്യാൻ തുടങ്ങി. ഹിന്ദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൂരെ ഭാരത്, അതായത് മൊത്തം രാജ്യത്തിനെ ഹിന്ദ് എന്ന് പറയാൻ തുടങ്ങി. അതിൽ വീണ്ടും പരിവർത്തനം വന്നു. അങ്ങനെയാണ് ഈ നമ്മുടെ ദേശത്തിൻ്റെ ഭാഷ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാഷയായിട്ട് ഹിന്ദി മാറിയത്. ഓക്കെ, ആ ഹിന്ദി എന്ന് പറയുന്ന വേർഡ്സ് അങ്ങനെയാണ് അതിനു വേണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. നെക്സ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ओके, हिंदी भाषा के लिए इस शब्द का प्राचीनतम प्रयोग शरफुद्दीन यजीदी के सफ़रनामा में मिलता है. ജഫർനാമ. ഓക്കെ, അതായത് ഹിന്ദി എന്ന് പറയുന്ന വേർഡ് ആദ്യമായിട്ടൊരു ലാംഗ്വേജിന് വേണ്ടി യൂസ് ചെയ്തത് ഷറഫുദ്ദീൻ യജിദി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ജഫർനാമ എന്ന് പറയുന്ന രചനയിലാണ് ഈ ഹിന്ദി എന്ന വേർഡിന് ഒരു ഭാഷയായിട്ട് അല്ലെങ്കിൽ ഒരു ഭാഷയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ആ ഡേറ്റ് 1424. ഓക്കെ, അതിനുശേഷം ഹിന്ദി और ഉറുദു दोनों एक ही भाषा की दो शैलियाँ हैं. നമുക്കറിയാം ഹിന്ദി ഉറുദു ആയിട്ട് ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഒരു ഭാഷയുടെ രണ്ട് ശൈലികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, കാരണം പ്രാരംഭൂമി, അതായത് ആരംഭത്തിൽ ഹിന്ദി എന്ന് പറയുന്ന വേർഡ് തന്നെയാണ് ഇത് രണ്ട് ഭാഷയ്ക്കും വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അംഗ്രേസോങ്കേക്കാരൻ, അതായത് ഫോറിനേഴ്സ് ഇവിടെ വന്നതിന് ശേഷം ഉറുദുവിനെ മുസൽമാനോസെ ജോഡ് ദിയ ഓർ ഹിന്ദിക്കോ ഹിന്ദുവോസെ, മുസ്ലിംസുമായിട്ട് ഉറുദു ഭാഷയെ റിലേറ്റ് ചെയ്ത അവരാണ്. അതുപോലെ തന്നെ ഹിന്ദി ഹിന്ദുസെ ജോഡ് ദിയ, ഓക്കെ, റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബന്ധിപ്പിച്ചത് അവരാണ്. അങ്ങനെ ഒരു സെപ്പറേഷൻ, അതായത് ഉറുദു ഹിന്ദി അങ്ങനെ രണ്ട് ഭാഷയായിട്ട് മാറാനുള്ള കാരണം ഫോറിനേഴ്സാണ് അല്ലെങ്കിൽ അംഗ്രേസാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ഹിന്ദി ശബ്ദ കാ പ്രയോഗ ആജ് മുഖ്യ രൂപ സെ 3 അർത്ഥോ മേ ഹോ രഹാ ഹൈ. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദി എന്ന് പറയുന്ന വേർഡ് പ്രധാനമായിട്ടും 3 കാര്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഹിന്ദി ശബ്ദ ഹിന്ദി പ്രദേശ് में बोली जाने वाली 17 बोलियों को सूचित करता है. അതായത് ഹിന്ദി പ്രദേശ് എന്ന് പറയുന്ന കുറച്ച് റീജിയൺ ഉണ്ട്, നോർത്ത് റീജിയൻസ്. അവിടെ പറയുന്ന 17 ബോലിയോക്കോ 17 ബോലികളെ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ് ഹിന്ദി എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ. അതിൽ ബ്രജ്, അവധി, ടിങ്കള്, മൈഥിലി, ഹടിബോലി ഇതൊക്കെ വരും. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഭാഷാ വിജ്ഞാനിൽ പശ്ചിമി ഹിന്ദി ഓർ പൂർവി ഹിന്ദി കോ ഹി ഹിന്ദി മാനത്തെ. അതായത് ഭാഷാ വിജ്ഞാനിൽ നമ്മൾ ഹിന്ദി ലാംഗ്വേജിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പശ്ചിമി ഹിന്ദി, പൂർവി ഹിന്ദിനെയാണ് നമ്മൾ മെയിനായിട്ട് ഹിന്ദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മൾ മൂന്നാമത്തേതിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹഡീബോലി അല്ലെങ്കിൽ സാഹിത്യക് ഹിന്ദി എന്നൊരു രൂപം കൂടിയുണ്ട്. അതായത് സാഹിത്യക് ഭാഷാ കെ രൂപ में इसका प्रयोग होता है. പിന്നീട് ഹിന്ദി പ്രദേശവുമായി ഒരു സർക്കാരി ഭാഷയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്ഭാഷയാണ്. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പേര് മാനക് ഹിന്ദി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 പോയിന്റിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ ഹിന്ദി പ്രദേശവുമായി ബോലി ജാനെ വാലി ഭാഷാ കെ രൂപ में ദൂസര എന്ന് പറയുന്നത് നമ്മളുടെ ഭാഷാ വിജ്ഞാൻ में इसका प्रयोग होता है हिंदी शब्द का. और तीसरा है साहित्य या हडीबोली हिंदी के रूप में. ഓക്കെ, ഇങ്ങനെയാണ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റ്. അതാണ് ഹിന്ദി ശബ്ദ കാ പ്രയോഗം. ഈ 3 രീതിയിൽ നിന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. ഹിന്ദി ഭാഷ സ്വരൂപ്, ഹിന്ദി വേർഡ് എങ്ങനെ ജനറേറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഇന്ന് ഹിന്ദി ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്,
ഇത്രയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.